എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 15 ശ്ലോകം 47, 48, 49, 50, 51, 52 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 15ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഇനി ഭഗവാന്റെ മറ്റൊരു ലീല, ഒരു പ്രധാനപ്പെട്ട ലീല പറയാൻ 6 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരത്തോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. ഏവം സ ഭഗവാൻ കൃഷ്ണോ വൃന്ദാവനചര ക്വചിത് യയൗ രാമം ഹൃദേ രാജൻ കാളിന്ദിം സഖിഭിർവൃത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ വ്രജത്തിൽ നിന്ന് വനത്തിലേക്ക്, വനത്തിൽ നിന്ന് വ്രജത്തിലേക്ക് അങ്ങനെ കളിച്ചുകൊണ്ട് എല്ലാവരും നടക്കണു. കളിച്ച് വ്രജത്തിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുപോകും. പിന്നെ അതാ കാട്ടിലിരുന്ന്, മുമ്പ് പറഞ്ഞില്ലേ, അത്രയും രസമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും. കളിച്ച് ക്ഷീണിക്കുമ്പോ ആ പുഴയിലെ വെള്ളം കുടിക്കും. അങ്ങനെ ഒരു ദിവസം വൃന്ദാവനത്തില് അങ്ങനെ നടക്കുമ്പോ അന്ന് ബലരാമേട്ടല്ല. ഇന്നലെ ഏട്ടനും അനിയനും കൂടി ഒന്നിച്ച കെട്ടിപ്പിടിച്ച് കിടക്കുക. അന്ന് ഭഗവാൻ പോകുമ്പോ പറഞ്ഞു, ഏട്ടാ ഇന്നലെ ഏട്ടന് എന്തോ ഒരു ചൂടുണ്ടായിരുന്നു. അമ്മേ ഏട്ടനെന്തോ പനിയുണ്ടെന്നാ തോന്നണത്. സൂത്രം പറയണ്. അതെയോ, എന്നാ രാമൻ പോകണ്ടാട്ടോ കാട്ടിലേക്ക്. ആ വേണ്ട അമ്മേ, ഇന്ന് ഏട്ടൻ വരണ്ട, ഇന്ന് ഏട്ടൻ വിശ്രമിച്ചോട്ടെ. അത് ഞാനും ഉണ്ട് എന്നൊക്കെ ബലരാമേട്ടൻ പറഞ്ഞു. വേണ്ട ഏട്ടാ, ഇന്ന് ഏട്ടൻ വിശ്രമിച്ചോളൂ. കണ്ണന്റെ ഉള്ളിൽ എന്തോ ഒരു സൂത്രം ഉണ്ട്, അതുകൊണ്ടാണ് ബലരാമേട്ടനും മനസ്സിലായി. അങ്ങനെ അന്ന് രാമനെ കൂടെ കൂടാതെ ആണ് എല്ലാവരും കാട്ടിലേക്ക് കളിക്കാനായിട്ട് പുറപ്പെട്ടത്. പറയണു, ഹേ രാജാവേ, ഭഗവാന്റെ അസാധാരണ മഹിമയെ പ്രകാശിപ്പിക്കുന്ന ഈ കഥ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറയാണ് പരീക്ഷിത് മഹാരാജാവിനോട്. അഥ ഗാവശ്ച ഗോപാശ്ച നിദാഘാതപപീഡിതാഃ ദുഷ്ടം ജലം പപുസ്തസ്യ തൃഷാർത്താ വിഷദൂഷിതം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മെല്ലെ യമുനാ നദിയിലേക്ക് പോകുന്ന അവസരത്തിൽ തന്നെ അവര് കളിച്ചിട്ട് അങ്ങോട്ട് എല്ലാവർക്കും ദാഹം വന്നു. കഠിന വെയില് കൊണ്ട് പരവശരായിട്ട് ദാഹം കൊണ്ട് വയ്യാണ്ടായിട്ടുള്ള ഗോപന്മാരും പശുക്കളും ആ കാളീന്തി നദിയിൽ അങ്ങോട്ട് പ്രവേശിച്ചു. അപ്പൊ അതിനു മുമ്പ് പല സരസ്സുകളുണ്ട്, അതിന്നൊക്കെ അവര് വെള്ളം കുടിക്കാറ്. പക്ഷെ കാളീന്തിയിലൊരു കാളിയൻ കിടക്കുണ്ടല്ലോ, അപ്പൊ അതിന്റെ വിഷജലായിരുന്നു. അത് അവര് അറിഞ്ഞില്ല. കണ്ണൻ വരണേന് മുമ്പ് ഇവര് വേഗം മുമ്പിൽ പോണ ഗോപന്മാരും പശുക്കുട്ടികൾക്ക് കൊടുത്തിട്ട് ആ ഗോപന്മാരും ആ വെള്ളം അങ്ങോട്ട് കുടിച്ചു. ആ വെള്ളത്തിലോ കാളിയെന്ന പാമ്പിന്റെ വിഷം വ്യാപിച്ചത് അവരറിഞ്ഞില്ല. അത് ദുഷിച്ച വെള്ളമായിരുന്നു, വിഷം കലർന്നതായിരുന്നു. വിഷാംഭസ്തദുപസ്പൃശ്യ ദൈവോപഹത ചേതസ നിവേദുർവ്യസവ സർവേ സലിലാന്തേ കുരുദ്വഹ. കാളിന്തിയുടെ സമയത്തിലുള്ള ജനങ്ങള് അതിലെ വെള്ളം വിഷമുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണത് കൊണ്ട് ഇവര് എങ്ങനെ എന്താ അത് കുട്ടികൾ അങ്ങോട്ട് പോകരുതെന്ന് പറയാത്തത് എന്താന്ന് വിചാരിക്കണ്ടെന്ന് പറയാ. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ കുരുകുല ശ്രേഷ്ഠ, കാലം അവർക്ക് അങ്ങനെയാണ് അനുഭവിക്കാനുള്ള യോഗം ഉണ്ട്. അതുകൊണ്ട് അത് എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. അപ്പൊ അവരുടെ ഒരു പ്രാരബ്ധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ആരും മുടക്കിയില്ല. ചിലര് വെള്ളം കുടിച്ചു, ചിലര് സ്നാനം ചെയ്തു, ചിലര് കൈകൊണ്ട് മുഖം കഴുകി. ആരെല്ലാം ഏതേത് വിധത്തിൽ ആ വെള്ളം സ്പർശിച്ചുവോ അവരൊക്കെ തൽക്ഷണം വിഷത്തിന്റെ ഇത് സഹിക്കാൻ വയ്യാതെ മരിച്ചു വീണു. എല്ലാ കുട്ടികളും ആ പശുക്കളും. അപ്പോഴേക്കും ഭഗവാൻ വന്നു, കൃഷ്ണൻ പിന്നാലെ. വീക്ഷ്യതാൻ വൈ തഥാ ഭൂതാൻ കൃഷ്ണോ യോഗേശ്വരേശ്വര ഈക്ഷയാ അമൃതവർഷിണ്യാ സദാതാൻ സമജീവയൽ.
ഭഗവാൻ കണ്ടു ഇവരെല്ലാവരും പ്രാണൻ പോയി അങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട്. ആ കുട്ടികളെയും കണ്ടപ്പോ ഭഗവാൻ അങ്ങോട്ട് സഹിക്കോ? ഭഗവാൻ ഒരു അമൃതവർഷം ചെയ്യുന്ന തന്റെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം, ക്ഷയാ അമൃതവർഷിണി, അമൃതം ഒഴുകണ പോലുള്ള ഒരു നോട്ടം അങ്ങോട്ട് നോക്കി ആ കുട്ടികളെ. എല്ലാവരും ഉറക്കത്തുനിന്ന് എണീറ്റ് വരുന്ന മാതിരി ആ പശുക്കുട്ടികളും ഗോപന്മാരും എണീറ്റ് അങ്ങോട്ട് വന്നു. യാതൊരു ഭഗവാൻ യോഗീശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്നുവോ? ആ മഹാപ്രഭുവിന് എന്താ ചെയ്യാൻ പറ്റാത്തത് അല്ലെ? തേ സംപ്രതീത സ്മൃതയ സമുത്ഥായ ജലാന്തികാൽ ആസൻ സുവിസ്മിതാ സർവേ വീക്ഷമാണാ പരസ്പരം. അവർക്ക് വല്ലാതെ ആശ്ചര്യായി. എന്തോ ഒരു ആലസ്യം ഉണ്ടായി എന്നിട്ടാണ് അവർ വീണതെന്ന് അവർക്കുണ്ട്. അല്ലാതെ വിഷം കഴിച്ചു എന്ന് അങ്ങനെയൊന്നും അവർക്ക് തോന്നിയില്ല. അവര് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണല്ലോ. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് ഒന്നും ഓർമ്മയില്ല. പെട്ടെന്ന് ഭഗവാൻ ഇതങ്ങോട്ട് നോക്കിയപ്പോ അവര് എണീറ്റ് ഉറക്കത്തുനിന്ന് എണീറ്റ് വന്ന മാതിരിയുള്ള ആ ഗോപന്മാരും ഗോക്കളും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക, എന്തപ്പോ ഉണ്ടായത്, എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് അവർക്ക് തോന്നി. വല്ലാത്തൊരു ആശ്ചര്യത്തോടു കൂടി അവര് പരസ്പരം നോക്കിന്ന്. അന്നവം സതതൽ തദ്രാജൻ ഗോവിന്ദാ അനുഗ്രഹേക്ഷിതം പീത്വാ വിഷംബരേതസ്യ പുനരുത്ഥാനമാത്മനാ. അപ്പൊ വിഷം കുടിച്ചു എന്ന് ചിലരിങ്ങനെ കുട്ടികള് പറയുന്നുണ്ട്. മറ്റുള്ള കണ്ടു നിന്ന കുട്ടികളെ വിഷം കുടിച്ചതാണെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വിഷം കുടിച്ചു മരിച്ചു വീണ തങ്ങള് രണ്ടാമത് എഴുന്നേറ്റത് ഭഗവാനായ ശ്രീകൃഷ്ണന്റെ കരുണാകടാക്ഷം നിമിത്തമാണെന്ന്. ഹേ രാജാവേ, ആ ഗോപന്മാരെല്ലാവരും ഗോക്കളും കൂടി വിചാരിച്ചു. ഗോക്കൾക്കും മനസ്സിലായി എന്തോന്ന് ഒരു ഇതുണ്ടെന്ന്. ആ മറ്റാരും പറഞ്ഞപ്പോ ഞങ്ങള് വിഷം കുടിച്ചിട്ട് മരിച്ചു വീണതാണ്, എന്നിട്ട് എങ്ങനെയാ ഈ കണ്ണൻ ഞങ്ങളെ രക്ഷിച്ചത്? ഇത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവരെ പരസ്പരം അങ്ങനെ നോക്കിയത്. അവരുടെ ഈ വിചാരം അന്യോന്യ നോട്ടത്താൽ അവർ സ്പഷ്ടമാക്കിയിരുന്നു. പശുക്കൾക്കും മനസ്സിലായി ഇത് ഭഗവാന്റെ ആ ഒരു മഹിമ. ആ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയണം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ധേനുകവധോ നാമ പഞ്ചദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 15ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.